നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കുംഭമാസത്തിലെ മകം നാളാണ്. ചോറ്റാനിക്കര അമ്പലത്തിലെ പ്രസിദ്ധമായ മകം തൊഴൽ ഇന്നാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഐക്കരക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലും ഇന്ന് മകം തൊഴലുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് പോവുകയാണ്. ശ്യാമളയും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നല്ല കയറ്റാണ് കേട്ടോ. അതൊരു കുന്നാണ്, ഐക്കരക്കുന്ന് എന്നാണ് പറയുക. ഈ കുന്നിൻ്റെ മുകളിൽ, ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ ഇത്. ഈ കുന്നിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറിയാൽ അവിടെ കാണുന്നതാണ് ക്ഷേത്രം. ഈ റൈറ്റ് സൈഡിൽ വെള്ളം പോകാനുള്ള വലിയ കനാലൊക്കെ ഉണ്ട്, കണ്ടോ. ഇതാ ഈ സൈഡിൽ വലിയൊരു ടാങ്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ പുഴയിൽ വലിയ മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടറിൽ നിന്ന് വെള്ളം ഈ ടാങ്കിലാണ് വന്ന് വീഴുക. ഇവിടെ നിന്ന് നാനാഭാഗങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോയിട്ട് എല്ലാവരും ജലസേചനം ചെയ്യുന്നു കൃഷിക്ക്. അത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടോ. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉള്ളിൽ കയറി നന്നായിട്ട് തൊഴുതു. അത് കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തേക്ക് വന്നു. ഇവിടെ നിന്ന് പുറത്ത് നിന്നിട്ട് ഞാൻ ഈ പടം എടുത്ത് കേട്ടോ. ഉള്ളിൽ, അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നറിയാലോ. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ഒന്നെടുത്തതാണ്. നമ്മൾ പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞാൽ നേദ്യത്തിനായിട്ട് നട അടയ്ക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പുറത്ത് പ്രദക്ഷിണം വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇവിടെ തൊഴുത് ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം പുറം ഭാഗത്ത് പ്രദക്ഷിണം വയ്ക്കാം കേട്ടോ. മേ നാരായണ, ദേവി നാരായണ. അപ്പം നമുക്ക് പുറത്തൊന്ന് പ്രദക്ഷിണം വെച്ച് വരാം കേട്ടോ. പ്രദക്ഷിണം വെച്ചോ ശ്യാമളയോ? ഇവിടെ ബ്രഹ്മരക്ഷസിൻ്റെയും നാഗങ്ങളുടെയും ഒക്കെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെയും പോയിട്ട് നമുക്ക് ഒന്ന് തൊഴാം. ഇത് ബ്രഹ്മരക്ഷസിൻ്റെ, അപ്പുറത്തുള്ളത് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്. അവിടെ തൊഴുതതിന് ശേഷം വീണ്ടും പ്രദക്ഷിണം പൂർത്തിയാക്കുകയാണ്. ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനായിട്ട് ഇതാ ആന വരുന്നുണ്ട്.
തിരക്കൊന്നുമില്ലാതെ സുഖമായിട്ട് ദേവിയുടെ എഴുന്നള്ളത്ത് നമുക്ക് കാണാട്ടോ. മരങ്ങളുടെ തണലൊക്കെ ഉണ്ട്. അതിരാവിലെയാണ് ഇപ്പോൾ. 8:30 മണിക്ക് എഴുന്നള്ളിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പുറത്ത്. നമുക്ക് നോക്കാം, കുറച്ച് നേരം കണ്ടിട്ട് തിരിച്ചു പോകാം അല്ലേ. അവിടെ പ്രസാദം കിട്ടും കേട്ടോ. അവിടെ നമുക്ക് മേടിക്കാൻ പോയിട്ട് അവിടുന്ന് പ്രസാദം കിട്ടും. മേടിക്കാൻ എടുക്കാൻ പോയിട്ട് അല്ലാതെ പോയോ? ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ സ്കൂളിൽ പോകണം അല്ലേ? ഏത് സ്കൂളിൽ പഠിക്കണേ? വിവേകാനന്ദയിൽ ഇല്ല. അങ്ങനെ രാവിലെ ദേവി ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. നമ്മൾ നേരത്തെ കയറിയ ആ ചെരിഞ്ഞ വഴി അത് ഇറങ്ങാണ് ഞങ്ങൾ കേട്ടോ. നമുക്കിനി 2 മണിക്ക് മകം തൊഴാനായിട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഐക്യരക്കുന്ന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നല്ല കയറ്റാണ് കേട്ടോ. ഇപ്പം ഇറക്കാണ്. അങ്ങോട്ട് കയറിയപ്പോൾ നല്ല പണിയായിരുന്നു, നല്ല കിതച്ചു എല്ലാവരും. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തിയിട്ട് ചായ കുടിക്കണ്ടേ. നേരം 9 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങളങ്ങനെ താഴെ റോഡിലെത്തിയപ്പോൾ റോഡ് വക്കത്ത് ഒരു ചെടി കണ്ടു. ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് നീരോലി ചെടി എന്ന് പറയാം. ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് താളിയാക്കിയിട്ട് തലയിൽ തേക്കും. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിയുണ്ട്. അപ്പോൾ താളി തേക്കണം, എണ്ണ തേച്ചാൽ താളിയും തേക്കണം. അപ്പോൾ ഇത് പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് ഉരച്ച് താളി എടുത്തിട്ട് കുളിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിനൊരു തരം കായ ഉണ്ടാവും, മഷിക്കുരു എന്ന് പറയും അതിന്, നല്ല വയലറ്റ് കളറ്. അതുകൊണ്ട് സ്ലേറ്റ് മായ്ക്കാനായിട്ട് കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്.